ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഗുരുവായൂരേക്ക് ഇന്ന് പോയി വരാം കേട്ടോ. ഒന്നുമില്ല, വെറുതെ ഒരു ചെറിയൊരു ഔട്ടിങ്. അപ്പോൾ ഏട്ടൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വണ്ടിയിൽ വലിഞ്ഞു കയറി. അങ്ങനെ പിന്നെ അതാ കുന്നമംഗലം സ്റ്റാൻഡെത്തി. മറ്റവരൊക്കെ മുക്കത്തുനിന്ന് വരുന്നു. അപ്പോൾ പ്രജില വന്ന്, അപ്പോൾ ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് മറ്റവരെ വെയിറ്റ് ചെയ്ത്. അപ്പോൾ അങ്ങനെ മറ്റവരും വന്ന് സെൽഫിയൊക്കെ എടുത്ത് പറയാൻ കാരണം കുറേ ആയി ഞങ്ങൾ കണ്ടിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ കോഴിക്കോടേക്ക് നമ്മളെ പ്രിയദർശിനിയിലാട്ടോ പോയത്. സീറ്റൊന്നുമില്ല, ഭയങ്കര തിരക്കേനി. എന്നാൽ കൂടെ ഞങ്ങളതിൽ വലിഞ്ഞു കയറി. പിന്നെ അങ്ങനെ ടൗണിലെത്തിയപ്പം എല്ലാവർക്കും വിശക്കുന്നുണ്ടെന്ന് പറയാൻ കാരണം എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ സെൽഫി എടുക്കുന്ന തിരക്കിലാണ്. ഭക്ഷണത്തിനൊക്കെ ഭയങ്കര റേറ്റാട്ടോ ഗൈസ്. അങ്ങനെ പിന്നെ ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോ വിളിച്ച് അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് ട്രെയിനിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് ഞങ്ങൾ പറയാൻ കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് എല്ലാവരും കൂടെ ഒറ്റയ്ക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്താട്ടോ. അപ്പോൾ ഓരോ കമ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോ, അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഒക്കെ ചോദിച്ചിട്ടാണ് ഞങ്ങൾ ട്രെയിൻ കയറിയത്. അങ്ങനെ തൃശ്ശൂരേക്കുള്ള ട്രെയിൻ വന്ന് ഞങ്ങളെല്ലാവരും കൂടെ അതിൽ കയറി. സീറ്റൊന്നുമില്ല, ഭയങ്കര തിരക്കേനി. അതുകൊണ്ട് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ പിടിച്ച് നിന്നു. പിന്നെ സന്ധ്യ പിന്നെ നേരെ മോള് കയറി. ഞങ്ങൾക്ക് പിന്നെ അതിന് കഴിഞ്ഞില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്കും കിട്ടി സീറ്റ്, അങ്ങനെ മറ്റവർക്കും കിട്ടി സീറ്റ്. ഞങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ആയി അങ്ങനെ ഇരുന്ന്. പിന്നെ അങ്ങനെ തൃശ്ശൂരൊക്കെ എത്തി. തൃശ്ശൂർ ട്രെയിൻ ഇറങ്ങി. ഞങ്ങൾ ബസ്സിൽ പോകാമെന്നുള്ള കണക്കൂട്ടലിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചേട്ടനോട് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞ് ബസ്സൊന്നുമില്ല, പിന്നെ ഓട്ടോയ്ക്ക് ഭയങ്കര പൈസയാണ്, ഒരു 1:30 ആകുമ്പോൾ ഗുരുവായൂരേക്ക് നേരിട്ട് ട്രെയിൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ ചോദിച്ചാൽ പോയേ പറയാം. കാരണം ഞങ്ങൾ 6 ആൾക്കാർ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പേടിയെന്ന് പറയുന്ന സംഭവമൊന്നുമില്ല പറയാൻ കാരണം ഒരു ത്രില്ലായിരുന്നു അത്. അപ്പോൾ ഒരു ഏട്ടനോട് ചോദിച്ച് മൂപ്പര് ഗുരുവായൂരേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മൂപ്പരെ കൂടെ അങ്ങ് പറ്റിച്ചേർന്നു. അപ്പോൾ അതാ ഗുരുവായൂരേക്ക് ട്രെയിനൊക്കെ വന്ന്. പക്ഷേ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയെന്ന് പറയാം കാരണം തിരക്കൊന്നുമില്ല ഇനി. അപ്പം അങ്ങോട്ട് ട്രെയിനിൽ സീറ്റൊക്കെ കിട്ടി. ഞങ്ങൾ സുഖസുന്ദരമായിട്ട് ഗുരുവായൂരെത്തിട്ടോ. അങ്ങനെ അങ്ങനെ ഒരു 3-3:30 ഗുരുവായൂരെത്തി. റൂമിനൊക്കെ ഭയങ്കര പൈസയാണ്, എന്നാലും വേണ്ടിയില്ല. ഒരു റൂമൊക്കെ എടുത്ത് ഫ്രഷായി. ഒരു 4:45 ഞങ്ങൾ നമ്മുടെ ഗുരുവായൂർ നടയിലെത്തി. അപ്പോൾ നല്ല മഴ കിട്ടി. എന്നാലും വേണ്ടിയില്ല, ഞങ്ങൾ വിചാരിച്ച കാര്യം ഞങ്ങൾ നടത്തിയെടുത്ത്. അങ്ങനെ തൊഴുത് ഒരു സെൽഫിയൊക്കെ എടുത്ത് എല്ലാവരും ഒരു സെൽഫിയൊക്കെ എടുത്ത്. പിന്നെ ക്യൂ നിന്നത് വെച്ചാൽ വമ്പം ക്യൂ നിൽക്കുക. 4:45 ഞങ്ങൾ ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട് ഉച്ചയ്ക്ക് 11:45 വരെ ക്യൂ. 11:45 ഞങ്ങൾ തൊഴുതത്. അങ്ങനെ തൊഴുതിറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറ്റി പുറത്തിറങ്ങി ഓരോ ഫോട്ടോ ഒക്കെ എടുത്ത് കിടന്നും ഇരുന്നും ഒക്കെ എടുത്ത് അങ്ങനെ പിന്നെ നമ്മളെ കുട്ടിശങ്കരനൊക്കെ ഒന്ന് കണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. വേറെ കുറേ സ്ഥലത്തൊക്കെ പോകണമെന്ന് വിചാരിച്ചിനി, പക്ഷേ മഴ സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ നേരെ റിട്ടേൺ കോഴിക്കോടേക്ക് ട്രെയിൻ കയറി.